ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെബൻസ് വ്ളോഗ്. എല്ലാവർക്കും ലെബൻസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ട് സ്പെഷ്യലായിട്ട് ഡിഷാണ്. പക്ഷേ അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയ ഇറച്ചി കൊംസിങ്ങ ബേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് 5 മിനിറ്റ് ഗ്യാസ് സ്റ്റോവിലും 5 മിനിറ്റ് താഴെ വെക്കണം, ഇത് വെള്ളമായിട്ടതിന് ശേഷം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി കത്തിപ്പോകുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതിന് വന്നിട്ടുള്ള ബ്രെഡ് കോൺ ഷവർമയായിട്ടാണ്. ഭയങ്കര ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇഫ്താറിനൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം അതിലേക്ക് ക്യാബേജ്, ചിക്കൻ, ക്യാരറ്റ്, പിന്നെ കക്കിരി, മല്ലിച്ചപ്പ്, പിന്നെ നമുക്ക് ഒരു 4-5 സ്പൂണ് നമുക്ക് മയോണൈസ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് കുറച്ച് അധികം ഇടണം, കാരണം അല്ലെങ്കിൽ ബ്രെഡിൽ ഇത്ര സ്യൂട്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ബ്രെഡ്, നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലിട്ട ബ്രെഡ് ആയതുകൊണ്ട് അത് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കുക, ഈ മെയ്ദയും വാട്ടറും കൂടി ഒരു മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് ഈ ഒരു എൻഡിൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം. നിങ്ങൾ ഇതേപോലെ ഒരു എൻഡിൽ നമുക്ക് മൈദനും വാട്ടറിനും മിക്സ്, അത് പശ പോലെ അത് ഒട്ടി നിൽക്കും. അത് ഇതേപോലെ നമുക്ക് കോണായിട്ട് മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായി പ്രസ് ചെയ്യണം, ഉള്ളിലൊക്കെ കൈയിട്ട് നന്നായി പ്രസ് ചെയ്യണം. പിന്നെ ഈ സൈഡ് കണ്ട ഈ കോണിൻ്റെ ആ ഒരു എൻഡിൽ നമുക്ക് നന്നായി പ്രസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് അടിയിലേക്ക് കൂടെ പോകും. മയോണൈസൊക്കെ അടിയിലേക്ക് കൂടെ ഒലിച്ച് പോയിക്കോളും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിലും പിന്നെ നമ്മൾ ആ എൻഡിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, എളുപ്പമാണ് ഇത്. പക്ഷെ നമ്മൾ ആ ബ്രെഡിൻ്റെ ഒരു പ്രശ്നം, നല്ല ബ്രെഡ് കിട്ടും, നിങ്ങൾക്ക് കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് ജസ്റ്റ് സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി. സ്റ്റീം ചെയ്ത് ഇത്ര നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ പരത്തി കിട്ടും. അത് ഇതേപോലെ ഒരു കോണൊക്കെ നമ്മൾ ആദ്യം ആക്കിയിട്ട് ആ സൈഡിൽ പശ ഒട്ടിയ ശേഷം നമുക്ക് ഇതേപോലെ നന്നായി ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു മുട്ട, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും പിന്നെ 2-4 ടീസ്പൂൺ പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം. മല്ലിച്ചപ്പ് കുറച്ച് വിലിങ്ങനെ നിങ്ങൾ മുറിച്ചോ, നന്നായി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ല നേരം ഗീയാണ് അതിലേക്ക് ഒഴിക്കുന്നത്. നമ്മുടെ കോണെല്ലാം മുട്ടേൻ്റെ മിക്സിയിലേക്ക് മുക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനിൽ വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. പെട്ടെന്നാവും ഈ ഡിഷ്. നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, മാവൊക്കെ കഴിച്ച് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വേഗം ആയി കിട്ടും, നല്ല ടേസ്റ്റുമാണ്. നമുക്കിതെല്ലാം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് ഇതാക്കി നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മളെ ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതേപോലെ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഈ ഒരു പൊരിച്ചിൽ നമുക്ക് കിട്ടണം ബ്രെഡിന്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മല്ലിച്ചപ്പ് നമ്മൾ ഈ മുക്കിയിട്ട് തന്നെ അതിലേക്ക് ഇടുമ്പം മല്ലിച്ചപ്പ് അതിലേക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ മല്ലിച്ചപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്കത് അതിൽ തന്നെ സ്റ്റിക്കായി കിട്ടും, ഇല്ലെങ്കിൽ മല്ലിച്ചപ്പ് കാണില്ല. പിന്നെ നമ്മൾ പണ്ടം ഇടുമ്പം, അതായത് നമ്മൾ ഈ ഷവർമേനെ മിക്സ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യം കുറച്ചിട്ട് കൈനെ കൊണ്ട് ഉള്ളിലേക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ബാക്കിയൊക്കെ ഇടാൻ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്കൊന്നും ഇല്ലാത്ത പോലെ തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി ഉള്ളിലേക്ക് ഇട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കങ്ങനെ എല്ലാ കോണിലും നമ്മളെ ഷവർമേൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത്, പക്ഷെ ഓവറായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട, അപ്പോൾ അത് കീറിപ്പോവും. നമുക്ക് ബാക്കിയുള്ള ഷവർമൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാം. ഭയങ്കര സിമ്പിളാണ്, കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ആയി കിട്ടിയില്ല നമുക്ക് ഷവർമേൻ്റെ. ഇതാ നമ്മളങ്ങനെ ഷവർമേൻ്റെ കോണൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല മൊഞ്ചുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഷവർമേൻ്റെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. പിന്നെ നിങ്ങൾക്ക് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഈ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.